ബിയൻകയുടെ കസ്റ്റഡിയിലുള്ള അലിസന്റെ മകൾ മരിക്കുന്നു. അത് മറച്ചുവെച്ചുകൊണ്ട് അലിസന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ ബിയങ്ക ശ്രമിക്കുന്നു. എത്രയും പെട്ടെന്ന് നോർമൻ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നു, അത്രയും പെട്ടെന്ന് നിന്റെ മകളെ വിടാമെന്ന് ബിയൻക കള്ളം പറയുന്നു. 10 മില്യണിന് പകരം 100 മില്യൺ കിട്ടണമെന്നുള്ള ജാക്കാളിന്റെ നിലപാട് അവന്റെ കോൺട്രാക്ടറിനെ അറിയിക്കുന്നു. അവർ കൊല ചെയ്യാൻ പറഞ്ഞ ആൾ അടുത്ത് തന്നെ ലോകത്തുള്ള പല ബില്യണേഴ്സിനെയും തകർക്കാൻ തക്കവണ്ണം ഒരു ആപ്പ് പുറത്തിറക്കുന്നുണ്ട്. അതിനാൽ അവൻ പറഞ്ഞത്രയും തുക നൽകി കാര്യം നടപ്പിലാക്കാൻ അവർ തീരുമാനിക്കുന്നു. തനിക്ക് ബാക്കി ക്യാഷ് തരാതെ പറ്റിച്ച ആളെ ജാക്കാൾ കണ്ടുപിടിക്കുന്നു. ആദ്യം അഡ്വാൻസ് തുക തന്റെ അക്കൗണ്ടിലേക്ക് വന്നത് ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്നാണെന്ന് ജാക്കാൾ കണ്ടുപിടിക്കുന്നു. തന്റെ മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ജാക്കാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു. അവന്റെ ഭാര്യ അവനെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നു. എന്നാൽ ജാക്കാൾ എയർപോർട്ടിൽ കയറാതെ വേറെ ടാക്സി എടുത്ത് ഒരു ബാങ്കിലെ സേഫ് ഹൗസിലേക്ക് പോകുന്നു. അവൻ ടാക്സിയിൽ പോകുന്നത് അവന്റെ ഭാര്യ കാണുന്നു. ബിയങ്ക ഇതേ സമയം ജാക്കാൾ ഉപയോഗിച്ച പിസ്റ്റളും ബാക്ക് പാക്കും മനസ്സിലാക്കി അയാൾ ഒരു ബ്രിട്ടീഷ് ആർമിയിൽ നിന്നുള്ള ആളായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അലിസൺ തന്റെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് നോർമൻ സ്റ്റോക്കിന്റെ ഫോൺ നമ്പർ എടുത്ത് ബിയങ്കയ്ക്ക് അയക്കുന്നു. നോർമൻ സ്റ്റോക്കിന്റെ ഫോൺ നമ്പറിൽ നിന്ന് അയാൾ ലാത്വിയയിലെ ബെലാറസിലുണ്ടെന്ന് മനസ്സിലാക്കിയ ബിയങ്ക അയാളെ പിടിക്കാൻ പോകുന്നു. എന്നാൽ എന്തോ ഫോൾ പ്ലേ മനസ്സിലാക്കിയ നോർമൻ ബിയങ്കയുടെ കൂടെയുള്ള 2 പോലീസ് ഓഫീസറെയും കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ജാക്കാളുമായിട്ടുള്ള ഡീൽ അവന്റെ കോൺട്രാക്ടർ ഉറപ്പിക്കുന്നു. ജാക്കാൾ തനിക്ക് ക്യാഷ് തരാനുള്ള ആൾ അയച്ച അക്കൗണ്ട് നമ്പർ കണ്ടുപിടിക്കുന്നു. അത് ഒരു ട്രസ്റ്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. ജാക്കാളിന് മാൻഫ്രഡ് ഫെസ്റ്റിനെ കൊല്ലാൻ കോൺട്രാക്ട് നൽകിയതും ബാക്കി ക്യാഷ് തരാതെ പറ്റിച്ചതും വേറെ ആരുമല്ല, അത് മാൻഫ്രഡ് ഫെസ്റ്റിന്റെ മകൻ എലിയാസ് ഫെസ്റ്റ് ആയിരുന്നു.